മലയാള സാഹിത്യത്തിന്റെ പ്രഡിക്ഷൻ ലൈവിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് അവസ്ഥ? എല്ലാവരും പഠിച്ചോ? എങ്ങനെയാണ്? നമുക്കെല്ലാം സെറ്റ് ചെയ്യാനായോ? എക്സാമിനേക്കൊക്കെ പഠിച്ച് എന്താ പറയാ, എക്സാമിനൊക്കെ പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണോ എല്ലാവരും? ഓക്കെ, ഏകദേശം റിവിഷൻസ് ഒക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും, ഷോർട്ട് നോട്ടുകളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കിയാലോ? എന്താണ് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവും. അതുപോലെ തന്നെ ആ പാർട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാൻ ചാൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഈ ഒരു പാർട്ട്. എന്താ പറയാ, എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക, ടെക്സ്റ്റിലൊക്കെ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുക. എന്തായാലും നമുക്ക് മലയാള സാഹിത്യം, കഥ, കവിത, ഉപന്യാസം, നോവൽ എന്ന് പറയുന്ന ആ ഒരു പേപ്പർ 4 ബ്ലോക്കിലായിട്ട് പല പല കാര്യങ്ങളാണല്ലേ. കഥയുണ്ട്, കവിതയുണ്ട്, ഉപന്യാസമുണ്ട്, നോവലുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളത് പഠിച്ചെടുക്കും അല്ലേ? എന്തായാലും കഥയും കവിതയും ഒക്കെ എല്ലാവരും വായിക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒക്കെ കുറച്ച് കഥയും കവിതയും ഉപന്യാസവും ഒക്കെയാണ് നമുക്ക് ഉള്ളത്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ, വിഷുക്കണിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേടാ, അതുപോലെ തന്നെയാണ് ആ കവിതയൊക്കെ നമുക്ക് ഇപ്പോഴും പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ കുറച്ചുകൂടി ഒന്ന് ആധികാരികമായിട്ട് അതിനെ പഠിക്കുക എന്നുള്ള രീതിക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. എന്താണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പാത്രമൊക്കെ നോക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാലോ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, ലേറ്റ് ആക്കണ്ട, എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം 4 സെക്ഷൻ ഉണ്ട് അല്ലേ. 1, 2, പിന്നെ 5, 10. അങ്ങനെയാണ് നമ്മുടെ മാർക്ക്. 70 മാർക്കിനാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനില്, ആ ഒരു സെക്ഷനില് പിന്നെയും ഞാൻ എപ്പോ എന്താ പറയാ, ഒരു എക്സാമിന്റെ ക്ലാസ് എടുക്കുകയാണെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ്, ടൈം മാനേജ് ചെയ്യുക. എന്താ പറയാ, എഴുതേണ്ട കാര്യങ്ങൾ, എഴുതേണ്ട എത്ര ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് എഴുതേണ്ടത്, ഓറൊക്കെ വിട്ടിട്ട് നമുക്ക് എഴുതേണ്ടത് എത്രയാണോ അത് കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അറിയില്ലെങ്കിലും പോട്ടെ, നമ്മൾ അറ്റൻഡ് ചെയ്തെടുക്കണം. എന്താണ് അറിയുന്നൊക്കെ നമ്മൾ എഴുതിയിടണം അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എന്റെ മാറ്റൊലി കവിതകൾ ആരുടെ കൃതിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ മാറ്റൊലി കവിതകൾ ആരുടെയാണ്? വയലാറിന്റെ അല്ലേ. എന്താ പറയാ, ഒരു വിപ്ലവ കവിയാണ് വയലാർ എന്നാണ് എന്താ പറയാ, നമ്മുടെ സാഹിത്യത്തിൽ തന്നെ വയലാറിനെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷമാണ് എന്താണ്, വിപ്ലവ കവി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്തായാലും എന്റെ മാറ്റൊലി കവിതകൾ എന്താണ്, മാറ്റത്തിന്റെ ശബ്ദമുള്ള കവിതകൾ, മാറ്റൊലി കവിതകൾ എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ളത് വയലാറാണ്. അപ്പൊ അത് 1 വേർഡ് ആണ്, കൂടുതലൊന്നും പറയാനില്ല. വയലാറിന്റെ ഏത് കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്? എനിക്ക് മരണമില്ല അല്ലെ. മനുഷ്യന്റെ സർഗശേഷിയുടെയും അതുപോലെ തന്നെ ശാസ്ത്ര പുരോഗതിയുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ കുറിച്ച് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് അഭിമാനിക്കുന്ന കവിയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ പഠിച്ച് സെറ്റായി ഇരിക്കുകയായിരിക്കും. എന്തായാലും അതുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്, അസ്തിത്വ ദുഃഖങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വാതിലായി ബഷീർ സ്വീകരിച്ച ബിംബം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് അസ്തിത്വ ദുഃഖം? അത് ആധുനിക കഥയുടെ ആധുനിക ചെറുകഥയുടെ ഒരു സവിശേഷതയാണ് അല്ലെ. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്, ആധുനിക ചെറുകഥയെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ പോയിന്റ് ഒക്കെ എഴുതാം. അപ്പൊ എന്തായാലും അസ്തിത്വ ദുഃഖങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വാതിലായി ബഷീർ സ്വീകരിച്ച ബിംബം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജന്മദിനം നമുക്ക് ചെറുകഥ പഠിക്കാനുണ്ടല്ലേ ബഷീറിന്റെ. അപ്പൊ ആ ജന്മദിനത്തില് കവി അല്ലെങ്കിൽ ഒരു കഥാകൃത്തിനെയാണ്, ബഷീറിനെ തന്നെയാണ് നമുക്ക് അതിനകത്ത് കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ബഷീർ തന്നെയായിരിക്കാം, ആ ഒരു കഥാകൃത്താണ് അല്ലേ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വിശപ്പിനെയാണ് അസ്തിത്വ ദുഃഖങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വാതിലായിട്ട് ബഷീർ സ്വീകരിച്ചിട്ടുള്ള ബിംബം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ വിശപ്പ്, ആ ഒരു കഥാകൃത്തിന് എന്താ പറയാ, ശരിക്കും ഒരുപാട് കഥകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ എന്താണ്, അതിനൊന്നും ഒരു കാര്യം കിട്ടുന്നില്ല, പണമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ജന്മദിനത്തിന്റെ അന്ന് ഉള്ള കുറച്ച് സംഭവ വികാസങ്ങളാണ് നമുക്ക് ആ ഒരു ജന്മദിനം എന്ന് പറയുന്ന കഥയിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ പൈസ ഇല്ലാതെ, വിശപ്പ് അകറ്റാൻ പോലും പണമില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു കഥാകൃത്തിനെ നമുക്ക് കാണാൻ പറ്റും. അതില് വിശപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, നമുക്കൊരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടാക്കുന്ന തരത്തിലാണ്
നമുക്ക് ആ കവിത വായിക്കുന്ന സമയത്ത് വിശപ്പ് എന്നൊരു സംഭവത്തെ നമ്മൾ നോക്കിക്കാണാൻ അങ്ങനെയാണല്ലേ. അപ്പോ ആ ഒരു കാര്യം ഓർത്തു വെക്കാം. പിന്നെ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ധ്വന്യാലോകം എഴുതിയിട്ടുള്ളത് ആരാണ്? നമുക്ക് സാമന്ത സാഹിത്യം പഠിക്കാനുണ്ട് VC ശ്രീജന്റെ അല്ലെ. അതിനകത്ത് എന്താണ് പാശ്ചാത്യ സിദ്ധാന്തത്തെ കുറിച്ച് എന്താ പറയാ പൗരസ്ത്യ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പാശ്ചാത്യരുടെ അനുകരണങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, മലയാളത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിനകത്ത് ഒരു പുസ്തകത്തിന്റെ പേര് പറയുന്നുണ്ട്. എന്താണ്? ധ്വന്യാലോകം. ധ്വന്യാലോകം എന്ന് പറയുന്നത് ആനന്ദവർദ്ധനന്റെ ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ്. അപ്പൊ അതിനകത്ത് ധ്വനിയെ കുറിച്ച് കാവ്യഭംഗിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങള് എന്താ പറയാ സാമന്ത സാഹിത്യത്തിൽ VC ശ്രീജൻ പറയുന്നുണ്ട്. അപ്പോ ധ്വന്യാലോകം എഴുതിയത് ആര് എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ആനന്ദവർദ്ധനനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഒരു പേപ്പറിലൊക്കെ ആയിട്ട് പൗരസ്ത്യ സിദ്ധാന്തവും പാശ്ചാത്യ സിദ്ധാന്തവും ഒക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് മമ്മടനെയും അതുപോലെ തന്നെ കുന്തകനെയും പിന്നെ പാശ്ചാത്യത്തിലേക്ക് എത്തുന്ന സമയത്ത് റൊളാങ് ബാർത്ത്, ഇറാഖ് ലക്കാൻ, അങ്ങനെ ഒരുപാട് പേരെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സാമന്ത സാഹിത്യത്തില് ഈ പേരുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് ഇവരെ കുറിച്ചൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പട്ടാള നോവൽ ഏതാണ്? അപ്പൊ പട്ടാള നോവലിന്റെ ഒക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ഒരു കഥാകൃത്തിനെ നമുക്കറിയാലോ, അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിനെ നമുക്കറിയാലോ. ആരാണ്? പെട്ടെന്ന് പറഞ്ഞേ. കോവിലൻ അല്ലേ. അപ്പൊ കോവിലന്റെ കഥ അല്ലെങ്കിൽ നോവല് നമുക്ക് പഠിക്കാനുണ്ട്. അതേ നോവല് തന്നെയാണ് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പട്ടാള നോവൽ എന്ന് പറയുന്നത്. ഏതാണ്? A-B നമുക്ക് പഠിക്കാനുണ്ട്. പട്ടാളക്കാരുടെ കഥയാണല്ലേ. അതിനകത്ത് പട്ടാളക്കാർ അനുഭവിക്കുന്ന ഒരു മനോവേദനയെ കുറിച്ച്, അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ദുരന്ത മുഖത്തെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ കാര്യത്തെ കുറിച്ചൊക്കെയാണ് ആ ഒരു നോവലിൽ പറയുന്നത്. അപ്പോൾ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പട്ടാള നോവൽ എന്ന് പറയുന്നത് A-B ആണ്. എഴുതിയിട്ടുള്ളത് ആരാണ്? കോവിലനാണ്. അദ്ദേഹം ഒരുപാട് പട്ടാള കഥകളും പട്ടാള നോവലുകളും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ്? ആധുനികതയുടെ വക്താക്കളായി കൊച്ചരേത്തിയിൽ കടന്നു വരുന്ന കഥാപാത്രങ്ങൾ ഏത്? അപ്പൊ കൊച്ചരേത്തി അതും ഒരു നോവലാണല്ലേ. അപ്പൊ ആ നോവലില് എന്താണ് ആരാ എഴുതിയിട്ടുള്ളതെന്ന് അറിയാലോ? നാരായൺ. അപ്പോ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ്, എന്താണ് അതിന്റെ വിഷയം? ഓർമ്മയുണ്ടോ? ഗോത്ര സമൂഹത്തെ കുറിച്ചല്ലേ. അപ്പോ ഗോത്ര ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒക്കെയാണ് ആ ഒരു കൊച്ചരേത്തി എന്ന് പറയുന്ന നോവല് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവര് എന്താ പറയാ ആ ഒരു കാടിനുള്ളിൽ അല്ലെങ്കിൽ അവരുടെ ആചാരം അവരുടെ അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. മണ്ണിനോട് മല്ലടിച്ച് എന്താ പറയാ മണ്ണിലെ പ്രകൃതിയെയും മണ്ണിനെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ പോവാണ്. അപ്പൊ അവിടേക്ക് ചൂഷണം ചെയ്യാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മുടെ നോവലിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പോ അവിടെ ആധുനികതയുടെ വക്താക്കളായിട്ട് കൊച്ചരേത്തിയില് കുറച്ച് കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. അതായത് പുതിയ ആധുനികത എന്ന് പറയുന്ന ആ ഒരു ബോധം ഉടലെടുത്ത കുറച്ച് ആൾക്കാരാണ്, രണ്ടു പേരാണ്. ആരൊക്കെയാണ്? പാർവതിയും പത്മനാഭനും. അപ്പൊ പുതിയ തലമുറയിലെ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഈ ഒരു അടിമത്തത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ അധികാര ചൂഷണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ബോധവും, പിന്നെന്താണ് അച്ഛന് ഇത് വന്നപ്പോ അസുഖം വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, സർജറി നടത്തണം എന്നുള്ള ഒരു തോട്ടൊക്കെ വന്നത് ഈ ഒരു ആധുനികതയുടെ വക്താക്കളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ബോധം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാം. അപ്പൊ പാർവതിയും പത്മനാഭനുമാണ് ആധുനികതയുടെ വക്താക്കളായി കൊച്ചരേത്തിയിൽ കടന്നു വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതുവരെ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു. ഇനി 5 മാർക്കിന്റെ അല്ലെങ്കിൽ 10 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാളിദാസനും കാലത്തിന്റെ ദാസൻ എന്ന് ജോസഫ് മുണ്ടശ്ശേരി സമർത്ഥിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു ലേഖനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു നിരൂപണത്തിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഇത്രയും പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പോ എന്താണ് കാളിദാസനും കാലത്തിന്റെ ദാസനാണെന്ന് ജോസഫ് മുണ്ടശ്ശേരി സമർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ കാളിദാസൻ ആരാന്നറിയാലോ? നമ്മുടെ ശാകുന്തളം, അഭിജ്ഞാന ശാകുന്തളവും മേഘസന്ദേശവും ഋതുസംഹാരവും ഒക്കെ എഴുതിയിട്ടുള്ള മഹാനായിട്ടുള്ള കവിയാണല്ലേ. അപ്പോ അദ്ദേഹം
എന്താ പറയാ, കാലത്തിന്റെ ദാസനാണ്, അദ്ദേഹവും കാലത്തിന്റെ ദാസനാണ്. സമൂഹത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചാണ് അവർ കഥ എഴുതിയിട്ട് അല്ലെങ്കിൽ പെരുമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൃതികളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് ജോസഫ് മുണ്ടശ്ശേരി വിമർശിക്കുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ പോയിന്റ്സ് ഒക്കെ നോക്കാം. എങ്ങനെയാണ് ഇങ്ങനെ ജോസഫ് മുണ്ടശ്ശേരി പറയുന്നത്, എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ്, ഭാരതത്തിലെ മൂലകഥയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാളിദാസന്റെ ശാകുന്തളം എന്ന് പറയുന്നത്. അപ്പോ മഹാഭാരതത്തില് ഉള്ള ഒരു ചെറിയ കഥയാണ് ഈ ശാകുന്തളമായിട്ട് ഒരു വലിയ കഥയായിട്ട് മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ മഹാഭാരതത്തിൽ ഈ ശകുന്തളയുടെയും അതുപോലെ തന്നെ ദുഷ്യന്തന്റെയും കഥയൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പോ അത് ഒരു മൂലകഥയാണ്. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ അതൊക്കെ വളച്ചൊടിച്ചാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എഴുതിയിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. മഹാഭാരതത്തിലെ മൂലകഥയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്, ശാകുന്തളം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി കന്യകമാരെ പല വാഗ്ദാനങ്ങളും നൽകി പാട്ടിലാക്കി ചതിക്കുന്ന അധികാരികളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് മൂലകഥയിൽ. അപ്പോ എന്താണ്, സോറി ഇവിടെ 2 ഇല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോട്ടെ. അപ്പോ എന്താണ്, ഈ മൂലകഥയിൽ മഹാഭാരതത്തിലുള്ള കഥയില് പ്രധാനമായിട്ടും അതിന്റെ ആ കഥ പറയാനുള്ള ഒരു മോട്ടീവ് എന്താണ്, കന്യകമാരെ പല വാഗ്ദാനങ്ങളും നൽകി പാട്ടിലാക്കിയിട്ട് ഒരുപാട് രാജാക്കന്മാരും അധികാരികളും ഒക്കെ ഇങ്ങനെ ചതിക്കാറുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ അതൊരു വിനോദം മാത്രമായിരുന്നു. ഇപ്പോ കാട്ടിലൊക്കെ നായാട്ടിന് പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു നായാട്ടിന് പോകുന്ന പോലെ തന്നെ ഒരു വിനോദമായിരുന്നു ഈ സ്ത്രീകളെ അവരുടെ വരുതിയിലാക്കിയിട്ട് അവരുടെ പാട്ടിലാക്കിയിട്ട് ആക്കുക. അതുപോലെ തന്നെ അവരെ ഉപേക്ഷിക്കണം എന്ന് തോന്നുമ്പോ സമയത്ത് ഉപേക്ഷിച്ച് കളയുക എന്നുള്ളത് അവരുടെ ഒരു വിനോദമായിരുന്നു, അധികാരികളുടെ ഒരു ചൂഷണം തന്നെയായിരുന്നു അത്. അപ്പൊ അതിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ് മൂലകഥയിൽ, മഹാഭാരതത്തിലുള്ള കഥയിൽ അതാണ് പറയുന്നത്. എന്നാൽ ഈ കാളിദാസന്റെ ശാകുന്തളത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സ്ത്രീയെ വെറും കാഴ്ചപ്പണ്ടമാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ശകുന്തള കണ്വമഹർഷി ശകുന്തള ഗർഭിണിയാണെന്നൊക്കെ അറിഞ്ഞ് കുറച്ച് 2 പേരെയും കൂടെ അയച്ചിട്ട് ദുഷ്യന്തന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വിടുന്ന സമയത്ത് എന്താണ്, ദുഷ്യന്തൻ അംഗീകരിക്കുന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെ അംഗീകരിക്കാത്ത സമയത്ത് വെറും കാഴ്ചപ്പണ്ടമായിട്ട് സ്ത്രീ മാറുകയാണ്, അവിടെ ശകുന്തള മാറുകയാണ്. എന്താ പറയാ, മൂലകഥയിൽ അതായത് മഹാഭാരതത്തിലെ കഥയില് വളരെ തന്റേടിയായിട്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയാ ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ദുഷ്യന്തനെതിരെ സംസാരിക്കുന്ന ഒരു ശകുന്തളയെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ ഈ കാളിദാസന്റെ ശകുന്തളത്തിൽ അങ്ങനെയൊന്നുമില്ല. കരഞ്ഞ് നിലവിളിച്ച് ഓടി പോകുന്ന ശകുന്തളയാണ് നമ്മൾ കാണാൻ പറ്റുക. അപ്പൊ ആ ഒരു കാര്യം പറയുന്നുണ്ട്, സ്ത്രീയെ വെറും കാഴ്ചപ്പണ്ടമാക്കി മാറ്റി. പിന്നെ എന്താണ്, പുരുഷന്റെ സ്വേച്ഛാധിപത്യത്തെ സാധൂകരിച്ചു. പുരുഷന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സംഭവമായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് പുരുഷന്റെ സ്വേച്ഛാധിപത്യത്തെ സാധൂകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാല്, ശകുന്തളയെ ഉപേക്ഷിച്ച ദുഷ്യന്തനെ സംരക്ഷിക്കാൻ ദുർവാസാവിന്റെ ശാപം കൊണ്ട് ആര് സംരക്ഷിച്ചു? കാളിദാസൻ ദുഷ്യന്തനെ അങ്ങ് സംരക്ഷിച്ചു. ദുഷ്യന്തന്റെ പ്രശ്നം കൊണ്ടൊന്നല്ല ശകുന്തളയെ ഉപേക്ഷിച്ചത്. എന്താണ്, ദുർവാസാവ് ശപിച്ചുകൊണ്ടാണ്. ദുഷ്യന്തൻ ശകുന്തളയെ മറന്നുപോട്ടെ എന്ന് ദുർവാസാവ് ശപിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ആര് പറഞ്ഞു? കാളിദാസൻ അങ്ങ് പ്രസ്താവിച്ചു. അത് എന്താ പറയാ, നടക്കോ ഇല്ലയോ നമുക്കറിയില്ല അല്ലെ? അന്നത്തെ കാലത്തൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. എന്തായാലും നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട. ഒരു അമാനുഷിക നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ഈ കാളിദാസന്റെ ശാകുന്തളം എന്ന് പറയുന്നത്. എന്നാൽ മഹാഭാരത കഥയില് അത് തീർത്തും എന്താണ്, കുറച്ചുകൂടി നമുക്ക് വിശ്വാസവേദ്യമാകുന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ശകുന്തളയെ ഉപേക്ഷിച്ച ദുഷ്യന്തനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രിക്ക്, ഒരു മാർഗം മാത്രമാണ് ദുർവാസാവിന്റെ ശാപം എന്ന് പറയുന്നത്. അതായത് രാജാക്കന്മാരെ ഒന്നും ആ കാലത്ത് വിമർശിച്ചുകൂടാ. അതുകൊണ്ട് അല്ലെങ്കിൽ വിമർശിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ദുഷ്യന്തനെ ഇതിനകത്ത് പ്രശ്നത്തിലാക്കുകയാണെങ്കിൽ, ദുഷ്യന്തനാണ് ഇതിന് കാരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്, അന്നത്തെ അധികാര വ്യവസ്ഥ അതിനെ അംഗീകരിക്കില്ല. അപ്പൊ കാളിദാസൻ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് സംഭവിക്കും. അതുകൊണ്ടാണ് കാളിദാസൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, ദുഷ്യന്തനെ അംഗീകരിച്ചത് അല്ലെങ്കിൽ സംരക്ഷിച്ചത് എന്ന് ആര് പറയുന്നുണ്ട്? ജോസഫ് മുണ്ടശ്ശേരി കാളിദാസനും കാലത്തിന്റെ ദാസൻ എന്ന് പറയുന്ന വിമർശനത്തിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ്,
പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? പ്രാചീന കവികൾ അവരുടെ കാലത്തിന്റെ കളിപ്പന്തുകളായിരുന്നു എന്ന് തുറന്നു കാട്ടുന്നു. കളിപ്പന്തുകൾ, അതായത് എന്താണ്? അധികാര വ്യവസ്ഥയുടെ കീഴിൽ തന്നെയായിരുന്നു അന്നത്തെ കാലത്തെ കവികളും ഉണ്ടായിരുന്നത്, പ്രാചീന കവികളും ഉണ്ടായിരുന്നത് എന്ന് പ്രസ്താവിക്കുകയാണ് ഇവിടെ ജോസഫ് മുണ്ടശ്ശേരി ചെയ്യുന്നത്. കാരണം അവരെയൊക്കെ പേടിച്ചുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ രാജാവിനെ കുറ്റക്കാരനായിട്ട് കാളിദാസൻ അവിടെ പെടുത്താത്തത്. അപ്പോ പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടാഗോറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശാകുന്തളം, കാളിദാസന്റെ ശാകുന്തളം എന്ന് പറയുന്നത് മഹത്തരമായിട്ടുള്ള ഒരു പ്രണയ കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രണയത്തിൽ പോലും എന്താ പറയാ ഒരു കളവ് കാണിച്ചു എന്നുള്ളതാണ്. കാരണം ദുഷ്യന്തൻ്റെത് യഥാർത്ഥ പ്രേമമല്ല, അല്ലെങ്കിൽ പ്രണയമല്ല എന്നുള്ളത് മഹാഭാരത കഥയിൻ്റെ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് കാളിദാസൻ ശാകുന്തളം എഴുതിയിട്ടുള്ളത് എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ ജോസഫ് മുണ്ടശ്ശേരി ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. ഇത്രയും പോയിന്റുകളെ പറയുന്നുള്ളൂ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിമർശനത്തിൽ. അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഈ പോയിന്റുകളൊക്കെ കൂട്ടിച്ചേർത്താണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യ കേന്ദ്രീകൃതമായ ലോകവീക്ഷണമാണ് വയലാറിന്റെ കവിതകളുടെ ഒരു സവിശേഷത. എനിക്ക് മരണമില്ല എന്ന കവിതയുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലോകവീക്ഷണം? അതായത് മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എന്താ പറയാ ഇനിയുള്ള കാലങ്ങളിലേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു വീക്ഷണം വയലാറിന്റെ കവിതയിൽ എപ്പോഴും ഉണ്ട്. നമ്മുടെ സർഗശക്തിയെ കുറിച്ച് എന്താ പറയാ എനിക്ക് മരണമില്ല എന്നുള്ള പാഠത്തിലും അതുപോലെ തന്നെ മറ്റ് വയലാറിന്റെ പല പല കവിതകളിലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അശ്വമേധത്തിലൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആ സർഗശക്തിയുടെ ആ ഒരു അഭിമാനം കൊള്ളുന്ന വയലാറിനെയാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് അല്ലെ. അപ്പോ അത്തരത്തില് ഒരു ലോകവീക്ഷണം, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലോകവീക്ഷണം വയലാറിന്റെ കവിതകളിലുണ്ട് എന്നുള്ളത് നമുക്ക് എനിക്ക് മരണമില്ല എന്ന കവിതയുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കണം. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോ അരുണയുഗത്തിന്റെ ഏറ്റവും കരുത്തനായ വക്താവ് വയലാർ രാമവർമ്മയാണ് എന്ന് പറയാം. അതായത് എന്താണ് വിപ്ലവ യുഗം അല്ലെ, അത് എന്താ പറയാ എന്തും തുറന്ന് പറയാനുള്ള ഒരു ചങ്കുറ്റം വയലാറിനുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോ അരുണയുഗത്തിന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള വക്താവാണ് വയലാർ രാമവർമ്മ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കാൽപ്പനിക അനുഭവങ്ങളിൽ നിന്ന് മനഃപൂർവ്വം അകന്നു നിൽക്കുകയാണ് ആര് ചെയ്യുന്നത്? വയലാർ ചെയ്യുന്നത്. പലരും വയലാറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും കാൽപ്പനികതയുടെ പിന്നാലെ പോയ സമയത്ത് വയലാർ മനഃപൂർവ്വം അതിനകത്ത് നിന്ന് മാറി നിന്നു. തൻ്റെത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാവണം എന്ന് ഒരു ബോധമുണ്ടായിരിക്കണം. അപ്പൊ എന്തായാലും ബിംബകൽപ്പന സമൃദ്ധവും സംഗീതാത്മകവുമായ വയലാർ കവിതകൾ സാധാരണ വായനക്കാരെ പെട്ടെന്ന് ആകർഷിച്ചിട്ടുണ്ട്. അതായത് ബിംബകൽപ്പന വയലാറിന്റെ കവിതയുടെ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്. അതുപോലെ തന്നെ സംഗീതാത്മകമാണ്. നമുക്കൊരു ഈണത്തിൽ പാടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു താളവും ഈണവും ഒക്കെ അതിന് ഉണ്ട്, ഒരു ഭംഗിയുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ സംഗീതാത്മകവുമായിട്ടുള്ള വയലാർ കവിതകൾ എന്താ പറയാ സാധാരണ വായനക്കാരെ പെട്ടെന്ന് ആകർഷിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോ ബിംബകൽപ്പന സമൃദ്ധവും സംഗീതാത്മകവുമായ വയലാർ കവിതകൾ സാധാരണ വായനക്കാരെ പെട്ടെന്ന് ആകർഷിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താണ് ബിംബകൽപ്പന എന്ന് പറയുന്നതൊക്കെ വയലാറിന്റെ സവിശേഷതയാണ്, അല്ലെങ്കിൽ വയലാർ കവിതകളുടെ സവിശേഷതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താണ് എന്തിന്റെയും ആത്യന്തിക മാനദണ്ഡം മനുഷ്യനാണെന്ന് കരുതുന്ന വയലാർ നിരങ്കുശമായ മനുഷ്യ മഹത്വത്തിന്റെ ഉദ്ദാതാവാണ് എന്ന് പറയാം. അപ്പൊ എന്താണ് ആത്യന്തികമായിട്ടുള്ള മാനദണ്ഡം? എന്തൊരു കാര്യത്തിന്റെയും ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് മനുഷ്യനാണ് എല്ലാം ചെയ്യുന്നത്. എന്താ പറയാ മനുഷ്യന്റെ സർഗശക്തിയെ ഞാൻ വീണ്ടും പറയാണ്, അതിന്റെ വയലാർ കവിതകളുടെ ഒരു പ്രത്യേകതയാണ്. എന്താണ് മനുഷ്യന്റെ സർഗശക്തിയെ എന്താ പറയാ അളവറ്റ അഭിമാനം കൊള്ളുന്ന കവിയാണ് വയലാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ മനുഷ്യനാണ് എല്ലാത്തിനെയും മാനദണ്ഡം എന്ന് കരുതുന്ന വയലാറ് നിരങ്കുശമായ മനുഷ്യ മഹത്വത്തിന്റെ ഉദ്ദാതാവാണ് എന്ന് പറയാം. മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് പാട്ടുപാടി നടക്കുക. ഉദ്ദാതാവ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? പാട്ടുപാടുക എന്നാണ് പറയുന്നത്. അതായത് അത്രയും പുകഴ്ത്തി പാടുക എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യ മഹത്വത്തെ കുറിച്ച് വളരെയധികം എനിക്ക് തോന്നുന്നു ഈ മലയാള കവിതാ സാഹിത്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ മഹത്വത്തെയും സർഗശേഷിയും ഒക്കെ കുറിച്ച് ഒരുപാട് പാടി പുകഴ്ത്തിയിട്ടുള്ളത് വയലാർ തന്നെയാണ്. അപ്പോ എന്തായാലും
ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ്, ചരിത്രത്തിലൂടെയുള്ള മനുഷ്യന്റെ ജൈത്രയാത്ര കവിയെ പുളകം കൊള്ളിക്കുന്നുണ്ട് എന്ന് പറയാം. അതായത് ചരിത്രത്തിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണോടിക്കുന്ന സമയത്ത് എന്താണ്, ഒരു ജൈത്രയാത്രയാണല്ലേ മനുഷ്യൻ്റെത്. എന്താ പറയാ, പുരോഗതിയാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പണ്ട് കാലത്ത് കൃഷി ചെയ്ത് നടന്നിരുന്ന മനുഷ്യൻ പിന്നീട് സയന്റിസ്റ്റ് ആയി, പലതും കണ്ടുപിടിച്ചു അല്ലെ. ഭൂമിയിൽ നിന്ന് പുറത്തു പോയി, ചന്ദ്രനിലൊക്കെ പോയി, ചൊവ്വയിലൊക്കെ പോയി അല്ലെ. അപ്പൊ ആകാശത്ത്, ഭൂമിയിൽ നിന്ന് നമ്മൾ എത്രയോ ദൂരെ കാണുന്ന ആകാശത്ത് വരെ നമ്മൾ പോയി എന്നുള്ളതൊക്കെ എന്താ പറയാ, ഈ മനുഷ്യന്റെ ഒരു വലിയ നേട്ടമാണ്. അപ്പോ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ചരിത്രത്തിലൂടെയുള്ള മനുഷ്യന്റെ ജൈത്രയാത്ര കവിയെ പുളകം കൊള്ളിക്കുന്നുണ്ട്. വളരെ അഭിമാന പൂരിതമാണ് അദ്ദേഹം ആ കഥകളും അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ പറയുന്നത്. എനിക്ക് മരണമില്ല എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ തന്നെ പറയുന്നുണ്ട്, താരകമേ ഞാൻ നിന്റെ അടുക്കലെത്തും എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോ ആ നക്ഷത്രത്തിന്റെ അടുത്ത് വരെ പോകാനുള്ള കെൽപ്പ് മനുഷ്യനുണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് കവി അതിനകത്ത് പറയുന്നത്. പിന്നെ എനിക്ക് മരണമില്ല എന്ന കവിതയിലും മനുഷ്യ കേന്ദ്രിതമായ ഒരു വീക്ഷണം പ്രകടമാണ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ, മനുഷ്യ കേന്ദ്രീകൃതമായ മനുഷ്യന്റെ പുരോഗതിയെ കുറിച്ച്, ശാസ്ത്ര പുരോഗതിയെ കുറിച്ച് ഒക്കെ തന്നെയാണ് ഇവിടെ എനിക്ക് മരണമില്ല എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്. പിന്നെയോ ശാസ്ത്രത്തിന്റെ പുരോഗതി മനുഷ്യന്റെ വീരചരിത്രത്തെയും മുറുകെ പിടിക്കുന്ന ഈ കവിതയിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ അഭിമാനിക്കുന്ന കവിയെ നമുക്ക് കാണാം. അപ്പൊ ശാസ്ത്രത്തിന്റെ വളർച്ചയിലും മനുഷ്യന്റെ പുരോഗതിയിലും ഒക്കെ വളരെയധികം അഭിമാനിക്കുന്ന കവിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലോകവീക്ഷണം തന്നെയാണ് വയലാറിന്റെ കവിതകൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാം അല്ലെ. അപ്പൊ ഇത്രയും പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തി ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സുഗതകുമാരിയുടെ കാവ്യ ജീവിതത്തെ കുറിച്ചുള്ള സാമാന്യ പരിചയം. അപ്പോ സുഗതകുമാരിയുടെ അമ്പലമണി നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പോ സുഗതകുമാരിയെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവർക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കവയിത്രി തന്നെയാണല്ലേ സുഗതകുമാരി. അപ്പോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? എന്തായാലും അവരെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ആധുനികതയും അതുപോലെ തന്നെ കാൽപ്പനികതയും ആ ഒരു കാലഘട്ടത്തിലെ എഴുതി പോന്നിട്ടുള്ള ഒരാളാണ്. ഉത്തരാധുനികതയിൽ വരെ എത്തി നിൽക്കുന്ന ഒരാളാണല്ലേ അപ്പൊ സുഗതകുമാരി. അപ്പൊ പല പല വിധത്തിലും പല വിഷയങ്ങളിലും ഒക്കെയുള്ള കവിതകള് സുഗതകുമാരി എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു സാമാന്യ പരിചയം മാത്രം, അവരുടെ ഒരു കാവ്യ ജീവിതവും അതുപോലെ തന്നെ അവരുടെ കവിതകളെ കുറിച്ചും ഒരു സാമാന്യ പരിചയമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അമ്പലമണിയെ കുറിച്ചും കവിതയെ കുറിച്ചും കുറച്ചൊന്ന് എഴുതാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണെന്ന് നോക്കാം. പ്രകൃതിയോടും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളോടും ഉള്ള പ്രണയവും കൃഷ്ണ കവിതകളും പ്രകൃതി സംരക്ഷണവും സ്ത്രീപക്ഷ കവിതകളും സ്ത്രീ സുരക്ഷയും ഒക്കെയായിരുന്നു സുഗതകുമാരി കവിതകളിൽ അല്ലെങ്കിൽ ആ കവിതകളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ ആയിരുന്നു. എന്തൊക്കെയാണ്? പ്രകൃതിയുണ്ട്, പ്രകൃതിയിലെ ജീവജാലങ്ങളോട് ഉള്ള ഒരു പ്രണയമുണ്ട്, അതുപോലെ കൃഷ്ണ കവിതകള് രാധ ഇവിടെ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗജേന്ദ്ര മോക്ഷം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൃഷ്ണ കവിതകൾ ഉണ്ടല്ലേ. അപ്പോ ആ കൃഷ്ണനോടുള്ള പ്രണയത്തെ കുറിച്ചും ഒക്കെ വളരെ മനോഹരമായിട്ട് സുഗതകുമാരി കവിതകളിൽ ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പ്രകൃതി സംരക്ഷണം അല്ലെ. പരിസ്ഥിതി ഏറ്റവും അമൂല്യമായിട്ടുള്ളതാണ്, നമ്മൾ ഒരിക്കലും അതിനെ ചൂഷണം ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അല്ലെ. അപ്പോ അത്തരത്തില് ഉള്ള കവിതകളും സ്ത്രീപക്ഷ കവിതകൾ, സ്ത്രീയെ എന്താ പറയാ, സ്ത്രീയുടെ ദുരിതങ്ങള് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരുപാട് കവിതകളും സ്ത്രീ സുരക്ഷയും ഒക്കെ സുഗതകുമാരി കവിതകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് അതിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രകൃതിയും സ്ത്രീയും അപമാനിക്കപ്പെടുകയോ തരം താഴ്ത്തപ്പെടുകയോ ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണം അവർ കവിതയിലൂടെ ആവിഷ്കരിച്ചു എന്ന് പറയാം. അതായത് പ്രകൃതിയെ, പരിസ്ഥിതിയെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീയെ തരം താഴ്ത്തപ്പെടുന്നുണ്ടെങ്കിലോ ഒക്കെ അത് കവിതയിലൂടെ ശക്തമായിട്ടുള്ള രീതിയിൽ സുഗതകുമാരി പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ആ ഒരു പ്രതികരണം കവിതയിലൂടെ നമുക്ക് ആവിഷ്കരിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താണ്? സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൃതികളാണ് കേട്ടോ. മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പാവം മാനവ ഹൃദയം,
പാവം മാനവ ഹൃദയം, പ്രണാമം, ഇരുൾ ചിറകുകൾ, രാത്രിമഴ തുടങ്ങിയിട്ട് ഒരുപാട്, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, അങ്ങനെ അങ്ങനെ എന്താ പറയാ, ഒരു ലിസ്റ്റ് ഇട്ടാൽ തന്നെ നമുക്ക് ഒരു പേജിലോ 2 പേജിലോ തികയാവുന്ന അത്ര കവിതകളല്ല. അപ്പൊ ഒരുപാട് ഒരുപാട് കവിതകൾ സുഗതകുമാരി എഴുതിയിട്ടുണ്ട്. അതൊക്കെ എന്താണ്, വളരെ സവിശേഷമായിട്ടുള്ളവ തന്നെയാണ്. അപ്പൊ എന്തായാലും ആധുനികതയുടെ മുഖമുദ്രകൾ കവിതകളിൽ ഉണ്ടെങ്കിൽ പോലും കാൽപ്പനിക കാവ്യശൈലി ആ കവിതകളിൽ പ്രകടമാണ് എന്ന് പറയാം. അപ്പൊ എന്താണ് ആധുനികത എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്തും കാൽപ്പനികതയുടെ ഒരു ശൈലി, കാവ്യശൈലി സുഗതകുമാരിയുടെ കവിതകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാം. അതൊരു സവിശേഷതയാണ്. പിന്നെ മനുഷ്യ ജീവിതത്തിലെ കേവല ദുഃഖങ്ങൾ സുഗതകുമാരിയുടെ കവിതകളിലെ മുഖ്യ വിഷയമാണ്. മനുഷ്യ ജീവിതത്തിലുള്ള കേവലമായിട്ടുള്ള ദുഃഖങ്ങൾ, രാത്രി മഴയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലെ, ആ ഒരു കവിതയൊക്കെ. അപ്പോ കേവലമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങളെ വളരെ വികാരപരമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള രീതിയിൽ സുഗതകുമാരി കവിതകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ മുഖ്യ വിഷയമാണ്, കവിതകളുടെ മുഖ്യ വിഷയമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. പിന്നെ എന്താണ്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വിഭാഗം ജനതയുടെ പ്രശ്നങ്ങളെ കുറിച്ചും സുഗതകുമാരി കവിതകൾ എഴുതി. കരുണയുടെയും പ്രതിരോധത്തിന്റെയും സാന്ത്വനത്തിന്റെയും ഒക്കെ ബിംബമായി ഉയർന്നു നിൽക്കുന്ന സുഗതകുമാരി എന്ന കവയിത്രി, ഉയർന്നു നിൽക്കുകയാണ് സുഗതകുമാരി എന്ന കവയിത്രി എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാണ്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് വിഭാഗം ജനതയുടെ പ്രശ്നങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോ അമ്പലമണി എന്ന് പറയുന്നതും അങ്ങനെ ഒരു കവിത തന്നെയാണ് അല്ലെ. എന്താണ്, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരാളുടെ വേദന തന്നെയാണ്, ഒരു മണിയുടെ വേദനയാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് എന്താണ്, സഹൃദയരില്ലാത്ത കവികളുടെ ഒരു ഒറ്റപ്പെടൽ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. പിന്നെ എന്താണ്, സഹൃദയർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയും ഒക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് അതിന്റെ അമ്പലമണിയെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നമ്മൾ സുഗതകുമാരിയെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ സുഗതകുമാരിയെ കുറിച്ച് എഴുതുന്നതിനോട് കൂടെ അമ്പലമണിയെ കുറിച്ചും നിങ്ങൾ എഴുതേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പ്രതിരോധത്തിന്റെയും സാന്ത്വനത്തിന്റെയും ഒക്കെ ബിംബമായിട്ട് സുഗതകുമാരി കവിതകളിലൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അത്രയുമാണ് സുഗതകുമാരിയെ കുറിച്ച് പറയാനുള്ളത്. ഇതിലും കൂടുതൽ ഒരുപാടുണ്ട് പറയാൻ. അപ്പൊ പ്രധാനമായിട്ട് പറയാനുള്ളതൊക്കെയാണ് ഇപ്പൊ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയാമെങ്കിൽ അതിലും കൂടുതൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കുടുംബ വ്യവസ്ഥയും ലിംഗപദവിയും കോലാട് എന്ന ചെറുകഥയെ മുൻനിർത്തി ചർച്ച ചെയ്യുക. അപ്പൊ എന്താണ്, മാധവിക്കുട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കഥയാണ് കോലാട് അല്ലെ. അപ്പൊ കുടുംബ വ്യവസ്ഥ, അതുപോലെ തന്നെ ലിംഗപദവി, ഇത് രണ്ടും കോലാട് എന്ന് പറയുന്ന കഥയിൽ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു പൊരുത്തപ്പെടൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ മാധവിക്കുട്ടിയുടെ കഥകൾ എഴുതപ്പെട്ടത് ഇത്തരം സദാചാര വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് അതിനെ പൊളിച്ചെഴുതുന്ന രീതിയിലാണ് എന്ന് പറയാം. അപ്പൊ എന്താണ്, സദാചാരപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ മാധവിക്കുട്ടിയുടെ കഥകളും നോവലുകളും ഒക്കെ പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഒരു തുറന്നെഴുത്താണ് മാധവിക്കുട്ടി പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ആ ഒരു സംജ്ഞ, എന്താ പറയാ, ഫെമിനിസം എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു രീതിയിലേക്ക് എന്താ പറയാ, മാധവിക്കുട്ടിയെ നമുക്ക് അതിൽ നിന്നും മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു തുറന്നെഴുത്ത്, ഒരു പൊളിച്ചെഴുത്ത്, സദാചാര വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് അതിനെ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയിട്ടുള്ളൊരു കഥാകൃത്ത് ആണ് മാധവിക്കുട്ടി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, സ്ത്രീയുടെ മനസ്സിന്റെ വൈകാരിക തലങ്ങളെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായിട്ട് തുറന്നെഴുതിയ ശക്തിയായിട്ടുള്ള എഴുത്തുകാരിയാണ്. അപ്പൊ ഒരു സ്ത്രീയുടെ മനസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ അവളുടെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, അവൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ തുറന്നെഴുതിയിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുകയും അത് തുറന്നെഴുതുകയും ചെയ്തിട്ടുള്ള എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, മാതൃത്വത്തിനും സ്ത്രീത്വത്തിനും ഒരു വിലയും നൽകാത്ത പുരുഷ കേന്ദ്രീകൃതമായ കേരള സമൂഹത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ് കോലാട് എന്ന കഥ എന്ന് പറയാം. അപ്പൊ എന്താണ്, മാതൃത്വത്തിനും
സ്ത്രീത്വത്തിനും വില നൽകുന്നില്ല എന്ന് പറയാം. അപ്പൊ എന്താണ് കോലാട് എന്ന് പറയുന്ന കഥയിൽ പ്രധാനമായിട്ടും പറയുന്നത്? ഒരു അമ്മ അല്ലെ, ഒരു സ്ത്രീ. ആ സ്ത്രീ എല്ലാ ദിവസവും ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ അടുക്കള മാത്രമാണ് ആ സ്ത്രീയുടെ ലോകം എന്ന് പറയുന്നത്. ഭർത്താവിന് എല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കുക, മക്കൾക്കെല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ജോലി, അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസം, അല്ലെങ്കിൽ ഓരോ ദിവസവും അങ്ങനെയാണ് എന്ന് പറയാം. നമുക്കൊക്കെ ഭയങ്കര മടുപ്പല്ലേ അങ്ങനെ ഒരു എല്ലാ ദിവസവും സെയിം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമ്മമാരുടെ ഒക്കെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര മടുപ്പേറിയ ജീവിതം തന്നെയാണ് അവർക്ക്. മറ്റ് ജോലിക്കൊന്നും പോകാത്ത ഒരു ആളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു മടുപ്പും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥയാണ് ഈ വീട്ടുജോലി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അവരെ പരിഗണിക്കുകയും അവരെ കുറച്ച് ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ളത് നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവും. ഈ കഥയിലും പ്രധാനമായിട്ടും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ അമ്മ ഭർത്താവിന് എന്താ പറയാ, ഭർത്താവ് ആ സ്ത്രീയെ പരിഗണിക്കുന്നില്ല, അതുപോലെ തന്നെ മക്കളും ആ സ്ത്രീയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ മോനെ എന്താ പറയാ സ്കൂളിലേക്ക് മീറ്റിങ്ങിന് അമ്മ വന്നോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ മോൻ എന്താണ് പറയുന്നത്? വേണ്ട, അമ്മയെ കോലാട് പോലെയാണ് കാണാന് എന്നാ പറയുന്നത്. അപ്പോ ആ സ്ത്രീ സ്വയം ഒന്ന് നോക്കുകയാണ്. താനല്ലാതായ ഒരു അവസ്ഥയാണ് ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു അസ്തിത്വ ദുഃഖം അതിനകത്ത് അവിടെ ആ ഒരു അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അവൾ എന്ന് മാത്രമാണ് ആ കോലാടില് ആ ഒരു അമ്മയെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ അവൾ എന്നുള്ള ഒരു സംജ്ഞയിലൂടെ എല്ലാ സ്ത്രീകളെയും കൂടി ഉൾക്കൊള്ളിക്കുകയാണ് മാധവിക്കുട്ടി ആ ഒരു അവൾ എന്ന് പറയുന്ന ആ ഒരൊറ്റ സംജ്ഞയിൽ അല്ലെ. അപ്പോ അവസാനം എന്താണ്, ആ അമ്മയ്ക്ക് അസുഖം വരികയാണ്. അങ്ങനെ അസുഖം വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ആ അമ്മയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അവളുടെ മനസ്സിൽ എന്തായിരുന്നു? അടുപ്പത്ത് പരിപ്പ് കരിഞ്ഞു പോയോ എന്നുള്ളൊരു വ്യാകുലത ആയിരുന്നു എന്ന് പറയാം. അപ്പോ അത്തരത്തില് മാതൃത്വത്തിനും സ്ത്രീത്വത്തിനും ഒട്ടും വില നൽകാത്ത ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സമൂഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഈ ഒരു കോലാട് എന്ന് പറയുന്ന കഥയിൽ ഉണ്ട്. അപ്പോ അത് ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് നമുക്ക് പറയാം. പിന്നെ എന്താണ്, സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും തന്റെ ജീവിതത്തെ കുറിച്ച് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവകാശങ്ങളും എല്ലാം ഉണ്ട് അല്ലെ. അതായത് പുരുഷന് മാത്രം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചാൽ മതിയോ? പോരല്ലോ. എല്ലാ സ്ത്രീകൾക്കും അത്തരത്തിലുള്ള ഒരു അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അപ്പോ എല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ എന്താ പറയാ, സ്ത്രീകൾക്കും കുറച്ചൊക്കെ പരിഗണന വേണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ എന്താ പറയാ ചർച്ചയ്ക്കപ്പെടേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ തുറന്ന് എഴുതിയിട്ടുണ്ട് ഈ മാധവിക്കുട്ടി. പിന്നെ എന്താണ്, പുരുഷന് കൃത്യമായ ഇടവും അധികാരവും നൽകുന്നതാണ് എല്ലാ കാലത്തും കുടുംബങ്ങൾ എന്ന് പറയുന്നത്. കുടുംബത്തില് നമ്മൾ എന്താ പറയാ, അച്ഛന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ് ആദ്യം ഭക്ഷണമൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുക പുരുഷന്മാർക്കാണ് അല്ലെ. അപ്പൊ അത്തരത്തില് കുടുംബങ്ങൾ എന്ന് പറയുന്നത് പുരുഷന് കൃത്യമായിട്ടുള്ള ഒരു ഇടവും അധികാരവും ഒക്കെ എല്ലാ കാലത്തും നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, സ്ത്രീ ആകട്ടെ, സ്ത്രീക്ക് എന്താണ് പ്രശ്നം? കോലാടിലെ നെയ്പായസത്തിലെയും പട്ടുസാരിയിലെയും പോലെ. അപ്പോ മാധവിക്കുട്ടിയുടെ മറ്റു കഥകളാണ് നെയ്പായസവും പട്ടുസാരിയും ഒക്കെ. അപ്പൊ നിങ്ങൾ അതൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോ അതിലും ഇതേ സംഭവം തന്നെയാ പറയുന്നത്. അപ്പോ അതിലൊക്കെ പോലെ കടമകൾ നിശബ്ദമായിട്ട് തീർത്ത് ജീവിതാസക്തിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും അവകാശമില്ലാതെ അരങ്ങൊഴിയുന്നവരാണ്. അതായത് തന്റെ കടമ എന്താണ്? ഭർത്താവിനെ നോക്കുക, മക്കളെ നോക്കുക, വീട്ടുജോലി ചെയ്യുക, ഇതൊക്കെയാണ് ഒരു സ്ത്രീയുടെ കടമ. അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു കഥകളിലൊക്കെ കാണുന്നുണ്ട്. മാധവിക്കുട്ടിയുടെ കഥകളിലൊക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. അപ്പോ അത്തരത്തില് ആ കടമകളൊക്കെ നിശബ്ദമായിട്ട് ഓരോരത്ത് നിന്ന് ചെയ്തു തീർത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റ് സന്തോഷങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അരങ്ങൊഴിയുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. പുരുഷനൊരു സ്ഥാനം ഉണ്ടായിരിക്കെ സ്ത്രീകൾക്ക് ഒരു പരിഗണന പോലും കൊടുക്കാത്ത ഒരു അവസ്ഥ ആ ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ എന്താണ്, ഈ കാലത്തും ചിലപ്പോൾ ചില ഇടങ്ങളിലൊക്കെ അത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാവും. എന്നാലും കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. എന്നാലും
പ്രശ്നങ്ങളാണ് എല്ലായിടത്തും. എന്തായാലും പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും കൂടി കുടുംബ വിമർശനം അനിവാര്യമാണെന്ന് മാധവിക്കുട്ടി തിരിച്ചറിയുന്നുണ്ട്. അപ്പോ കുടുംബത്തെ വിമർശിക്കണം. എന്താണ്, ഈ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ആ ഒരു രീതിയിൽ നിന്നും ഒരു മാറ്റം വരണമെങ്കിൽ കുടുംബ വിമർശനം അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അതായത് പെണ്ണിന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ, അവൾക്ക് അവകാശങ്ങൾ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിമർശനം ആവശ്യമാണ് എന്ന് മാധവിക്കുട്ടി തിരിച്ചറിയുന്നിടത്താണ് ഈ കോലാടും നെയ്പായസവും പട്ടുസാരിയും ഒക്കെ അങ്ങനെ അത്തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അത്രയൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യനകത്ത് പറയാനുള്ളത്. ഇനി ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് നമ്മൾ വായിച്ചിട്ടുള്ള കവിതകളെ ഒക്കെ കൂടി കൂട്ടിക്കുറിച്ച് എഴുതാൻ പറ്റുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരാധുനിക കവിതകളുടെ സവിശേഷതകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? ഉത്തരാധുനിക കവിതകളുടെ സവിശേഷതകളെ കുറിച്ച് ഉപന്യസിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഉപന്യസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ എന്താണ്, ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് ഉണ്ടാവുക. കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഉദാഹരിച്ചിട്ട് നിങ്ങൾ വായിച്ചിട്ടുള്ള ഉത്തരാധുനിക കവിതകളൊക്കെ MP മനോജിന്റെയും രേണുകുമാറിന്റെയും പിന്നെ എന്താണ് ഒരുപാട് PP രാമചന്ദ്രൻ, അങ്ങനെ ആശാ മേനോൻ, പിന്നെ ആരൊക്കെയാണ്, അമ്മുദീപ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഉത്തരാധുനിക കവിതാ രംഗത്ത് സജീവമായിട്ട് ഉണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തില് ഉള്ള ആളുകളുടെ ഒക്കെ കവിതകളൊക്കെ ഉദാഹരിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു കവിതയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ. അപ്പോൾ എന്താണ് ഉത്തരാധുനിക കവിതകളുടെ സവിശേഷതകൾ എന്ന് ചോദിച്ചാൽ, 80കളുടെ ആരംഭത്തോടെ പുതിയൊരു ഭാവുകത്വത്തിന് അരുണോദയം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ആധുനികതയിൽ നിന്നും ഒരു മുന്നേറ്റം. ഇപ്പോ ക്ലാസിസം കഴിഞ്ഞു, നിയോ ക്ലാസിസം കഴിഞ്ഞു, കാൽപ്പനികത കഴിഞ്ഞു, അതിനുശേഷം ഒരു നവീന പ്രവണത വന്നു, അതിനുശേഷം ആധുനികത, ഉത്തരാധുനികത അല്ലെ. അപ്പൊ ഉത്തരാധുനികതയിൽ എത്തി നിൽക്കുന്ന ആ ഒരു സാഹിത്യത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ 80കളുടെ ആരംഭത്തോടെ പുതിയൊരു ഭാവുകത്വത്തിന് അരുണോദയം ഉണ്ടായി എന്ന് പറയാം. അപ്പൊ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഭാരതീയ അന്തരീക്ഷമാണ് ഈ പുതിയ ഭാവുകത്വത്തെ നിർണയിക്കുന്നതെന്ന് അയ്യപ്പ പണിക്കർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഉത്തരാധുനികത എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ടുവന്നിട്ടുള്ളത് അയ്യപ്പ പണിക്കരാണ് എന്ന് പറയാം. അദ്ദേഹം ഒരു പ്രസംഗത്തിലാണ് ഈ ഒരു വേർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഇത്തരത്തിലുള്ള ഒരു ആധുനികത അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉത്തരാധുനികത പ്രവണതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ്, ഇതിനകത്ത് കുറച്ച് കവിതകൾ പറയുന്നുണ്ട്. P രാമന്റെ കനം, ഇരുമ്പ് എന്നീ കവിതകള്, പിന്നെ PP രാമചന്ദ്രന്റെ കാണെ കാണെ, പിന്നെ രണ്ടായി മുറിച്ചത് തുടങ്ങിയിട്ടുള്ള കവിതകള്, റഫീഖ് അഹമ്മദിന്റെ സ്വപ്നവാങ്മൂലം, പാറയിൽ പണിഞ്ഞത്, ആൾമറ തുടങ്ങിയിട്ടുള്ള കവിതകള്, TP രാജീവന്റെ രാഷ്ട്രതന്ത്രം, വാതില് തുടങ്ങിയിട്ടുള്ള കവിതകൾ. ഇത്രയൊന്നും അല്ല കേട്ടോ, നമുക്ക് ഒരിക്കലും എന്താ പറയാ, ഒരു ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഒരുപാട് എഴുതാനുണ്ടാവും. അപ്പൊ കുറച്ചൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം, എന്നിട്ട് കുറച്ചൊക്കെ അല്ലേ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കവിതകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ എന്നുള്ളത് ആ വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു തുറന്നെഴുത്ത് തന്നെയാണ് അതിനകത്ത്. അധികാരങ്ങളോടുള്ള ചോദ്യം ചെയ്യല്, അതുപോലെ തന്നെ മനുഷ്യനോട് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഉത്തരാധുനികതയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ ഒരു കവിതകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെന്താണ്, അന്തർഭാവപരവും ശില്പപരവുമായ ബഹുസ്വരതയാണ് പുതിയ കവിതയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറയാം. അപ്പോ എന്താണ്, ഭാവപരമായിട്ട് ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താ പറയാ, ഒരു വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുകരണത്തിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആധുനികതയും ഉത്തരാധുനികതയും മുന്നോട്ട് വെക്കുന്നത്. പിന്നെ എന്താണ്, ബഹുസ്വരതയാണ്. അപ്പൊ എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെയാണ് പുതിയ കവിതയെ, എല്ലാറ്റിനെ കുറിച്ചും എല്ലാവരെയും കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് പുതിയ കവിതയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, വർത്തമാന ജീവിതത്തോട് പ്രതികരിക്കുന്ന ഇവർക്ക് സുനിശ്ചിതമായ ഏതെങ്കിലും ദർശനമോ പ്രത്യയശാസ്ത്രമോ ദിശാബോധം നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പണ്ട് എന്താ പറയാ, കാൽപ്പനിക കാലത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്താണ്,
ചില പ്രത്യയശാസ്ത്രങ്ങളും ചില ദർശനങ്ങളും ഒക്കെ ആയിരുന്നു എന്താ പറയാ പല കവികളുടെയും ഒരു ശൈലി, അല്ലെങ്കിൽ ആ ഒരു പ്രത്യയശാസ്ത്രവും ദർശനവും ഒക്കെ പല കവികൾക്കും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ വർത്തമാനകാല ജീവിതത്തോട് പ്രതികരിക്കുകയാണ് ഇപ്പോഴുള്ള കവികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയോ ദർശനത്തിന്റെയോ ഒന്നും ഒരു ദിശാബോധം അവർക്ക് നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താണ്, മനുഷ്യന്റെ സ്വകാര്യതകളിൽ ഒളിഞ്ഞു നോക്കുന്ന ദൃശ്യമാധ്യമങ്ങളുടെ നിർലജ്ജത അവർ രോഷത്തോടെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോ നമ്മളെ മാധ്യമങ്ങളെ കുറിച്ച്, അതായത് എന്താ പറയാ, മനുഷ്യന്റെ സ്വകാര്യതകളിൽ ഒളിഞ്ഞു നോക്കുന്ന മാധ്യമങ്ങളാണ് അല്ലെ. അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ വാർത്തകളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും സ്വകാര്യതകളാണ് പല വാർത്തകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മനുഷ്യനൊരു പ്രൈവസി കൊടുക്കാതെ ഉള്ള ഒരു ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ ഒരു നിർലജ്ജത, ലജ്ജയില്ലായ്മ, അതിനെയൊക്കെ രോഷത്തോടെ കവികൾ തിരിച്ചറിയുകയും അതിന് എതിരായിട്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് കവിതകളിലൂടെ എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉത്തരാധുനിക കവിതകളിൽ കടന്നു വരുന്നുണ്ട്. പിന്നെ എന്താണ്, പലപ്പോഴും കവിത നന്നേ ധൈര്യം കുറഞ്ഞതാവുന്നു. അതായത് പണ്ടുള്ള കാൽപ്പനിക കാലത്തൊക്കെയുള്ള കവിതകൾ എങ്ങനെയായിരുന്നു, മഹാകാവ്യങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വലിയ വലിയ കാവ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ കവിതയൊക്കെ എഴുതുകയാണെങ്കിലും ഒരുപാട് പേജൊക്കെ ഉള്ള കവിതകളായിരുന്നു. അപ്പൊ ഇപ്പൊ ഉള്ള കവിതകളാണെങ്കിൽ എന്താ പറയാ, ആശയം ഒരുപാടുണ്ട്, എന്താ പറയാ, ദൈർഘ്യം കുറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാം. ഒരു 4 വരി എഴുതിയാൽ അതിനുള്ളിലുള്ള ആശയം വളരെ വിശാലമായിരിക്കും. പി രാമചന്ദ്രന്റെ ലളിതം എന്ന് പറയുന്ന കവിതയൊക്കെ അതിന് ഉദാഹരണമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു ജീവിത ദർശനം തന്നെ ഒരു 4 വരി അല്ലെങ്കിൽ ഒരു 6 വരിയിൽ കുരുക്കിയിടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നല്ല. അപ്പൊ ഉത്തരാധുനികതയുടെ മറ്റൊരു സവിശേഷതയാണ് പലപ്പോഴും ആശയം നോക്കുന്ന സമയത്ത് വലിയ ആശയമാണെങ്കിൽ പോലും കവിത നന്നേ ദൈർഘ്യം കുറഞ്ഞതാവുന്നു. അതൊരു ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ എന്താ പറയാ, അതൊരു ഉത്തരാധുനികതയുടെ മറ്റൊരു സവിശേഷതയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു മലയാള സാഹിത്യത്തിന്റെ എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാനുള്ളത്. ഇതിലും കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ പാർട്ടുകളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. എല്ലാ കവിതകളും കഥകളും നോവലുകളും ഉപന്യാസങ്ങളും ഒക്കെ നിങ്ങൾ വായിക്കുക. പിന്നെ ഷോർട്ടായിട്ട് വായിച്ചാൽ മതി. കഥകൾ വായിക്കുന്നത് നല്ലതാണ്, ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ സംഗ്രഹം വായിച്ചിട്ട് അതിന്റെ കഥ എന്താണ്, അതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഉപന്യാസമായാലും നോവലായാലും കവിത ആയാലും ഒക്കെ അതിന്റെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. പിന്നെ എന്താ പറയാ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പിന്നെയും ചെയ്തു നോക്കുക. ടെക്സ്റ്റിന്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതും നിങ്ങൾ ചെയ്തു നോക്കുക, എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് എന്താ പറയാ, അടുത്തൊരു ലൈവിലോ ക്ലാസ്സിലോ ഒക്കെ കാണാം. ഓക്കെ, എന്തായാലും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.